ചാറ്റ് GPT, ഗൂഗിളിൻ്റെ ജെമിനായ് AI തുടങ്ങിയ AI ടൂളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത് മുതൽ നിങ്ങളുടെ ഡെയിലി ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റിയും സ്പീഡും കുറച്ചെങ്കിലും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാകും ഇല്ലേ? അതിൻ്റെ ഇടയ്ക്കാണ് DeepSeek എന്ന് പറയുന്ന പുതിയ ഒരു AI ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 ആളുകളുടെ പെർസ്പെക്റ്റീവിലൂടെ DeepSeek AIനെ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. 1, സാധാരണ ഓഫീസ് വർക്കിന് വേണ്ടി ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ഒരാൾ. 2, AI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ. 3, AI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി. നമുക്ക് നോക്കാം DeepSeek AIയുടെ പ്രാധാന്യം എന്താണ്. എന്താണ് DeepSeek AI? ജനറേറ്റീവ് AI മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് DeepSeek. നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടെക്സ്റ്റ്, ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ, സോഫ്റ്റ്വെയർ കോഡ് ഇതെല്ലാം ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിനെയാണ് ജനറേറ്റീവ് AI മോഡൽസ് എന്ന് പറയുന്നത്. ചാറ്റ് GPTയുടെ ബാക്കെൻഡായ GPT-4 അല്ലെങ്കിൽ ഗൂഗിൾ AIയുടെ ബാക്കെൻഡായ ജെമിനായ് AI ഇതെല്ലാം ജനറേറ്റീവ് AI മോഡൽസ് ആണ്. എന്താണ് DeepSeek AI മോഡലിൻ്റെ പ്രത്യേകത? GPT-4 അല്ലെങ്കിൽ ജെമിനായ് AI പോലെ തന്നെ അത്രയും പവർഫുള്ളായ ലാംഗ്വേജ് മോഡലാണ് DeepSeek. പക്ഷേ ഈ മോഡലുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് AI മോഡലിനെ DeepSeek എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തത്. ഇതുകൂടാതെ ഗൂഗിളും ഓപ്പൺ AIയും യൂസ് ചെയ്യുന്നതിനേക്കാൾ ലോ പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ എൻവയോൺമെൻറ്റിലാണ്, ഇൻഫ്രാസ്ട്രക്ചറിലാണ് DeepSeek AI മോഡൽ റൺ ചെയ്യുന്നത്. അതുപോലെ ഈ മോഡൽ ഡെവലപ്പ് ചെയ്യാനെടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള കമ്പനികൾ ചെയ്തതിനേക്കാൾ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഇത് മാത്രമല്ല, DeepSeek മോഡലുകൾ ഫ്രീയും ഓപ്പൺ സോഴ്സുമാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്നും ഈ മോഡലുകളെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ സെർവറിലോ റൺ ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് DeepSeek ഈ AIക്ക് ഇത്രയും പ്രാധാന്യം കിട്ടാനുള്ള കാരണം. എന്തൊക്കെയാണ് DeepSeek ഓഫർ ചെയ്യുന്നത്? 1, ചാറ്റ് GPT പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ചാറ്റ് ബോട്ട്. 2, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു AI ചാറ്റ് ബോട്ട് ആപ്പ്. 3, AI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ DeepSeekൻ്റെ AI മോഡലുകളെ യൂസ് ചെയ്യുവാനുള്ള ഒരു API ഇൻ്റർഫേസ്. ഇനി നമ്മുടെ വീഡിയോയുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരാം. 1, ഞാൻ സാധാരണ ആവശ്യങ്ങൾക്ക് ചാറ്റ് GPT ഉപയോഗിക്കുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഡോക്യുമെൻ്റ് ക്രിയേഷൻ, കോഡിംഗ്, ഈ ആവശ്യങ്ങൾക്കെല്ലാം ചാറ്റ് GPT ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ DeepSeek ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഞാൻ ചാറ്റ് GPT ഉപേക്ഷിച്ചു. എന്നിട്ട് DeepSeek ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് മനസ്സിലായത് വേണമെങ്കിൽ ചാറ്റ് GPTക്ക് പകരം DeepSeek ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT തരുന്ന അതേപോലെ തന്നെ ഉള്ള റെസ്പോൺസാണ് DeepSeek നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാറ്റ് GPTക്ക് പകരം പുതിയൊരു ടൂൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DeepSeek ഉപയോഗിക്കാം. അപ്പോൾ ഒരു സാധാരണ യൂസർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചാറ്റ് GPT ഉപയോഗിക്കുന്നതോ DeepSeek ഉപയോഗിക്കുന്നതോ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് AI ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ DeepSeek AI മോഡലുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അതിൻ്റെ ആൻസർ യെസ് എന്നാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഒരു ജനറേറ്റീവ് AI മോഡലിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. 1, ഈ മോഡലുകളെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാം. പക്ഷേ അത് മോഡലിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ചെറിയ മോഡലുകളാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാം. വലിയ മോഡലുകളാണെങ്കിൽ അത് റൺ ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സെർവറുകളുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഓപ്പൺ AI പോലെയുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മോഡലുകളെ ആക്സസ് ചെയ്യാനുള്ള APIനെ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ DeepSeek ഈ 2 ഫീച്ചർ നിങ്ങൾക്ക് തരുന്നുണ്ട്. വേണമെങ്കിൽ DeepSeek മോഡലുകളെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ മോഡലിനെ ആക്സസ് ചെയ്യണമെങ്കിൽ APIനെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ യൂസ് കേസ് അനുസരിച്ച് വേണമെങ്കിൽ ഈ DeepSeekൻ്റെ മോഡലുകളെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, ഈ DeepSeek AI മോഡലിനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ യൂസ് ചെയ്ത് ഈ മോഡലിനെ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഈ മോഡലുകൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ യൂസ് ചെയ്താണ്. അതിനെ നിങ്ങളുടെ സ്പെസിഫിക് ഡാറ്റ യൂസ് ചെയ്ത് നിങ്ങളുടെ കമ്പനിയിലെ ഇൻഷുറൻസ് ഡാറ്റ, നിങ്ങളുടെ കമ്പനിയിലെ സെയിൽസ് ഡാറ്റ ഇത് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലുകൾക്ക് നിങ്ങളുടെ കമ്പനിയിലെ ഡാറ്റയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി ക്ലിയറായി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഡെവലപ്പറിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. 1, നിങ്ങൾക്ക് ഈ മോഡലുകളെ ലോക്കലി റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2, ഈ മോഡലിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ യൂസ് ചെയ്ത് ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യം, ഫൈൻ ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഡീപ് സീക്ക് മോഡൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് വല്ല അഡ്വാൻറ്റേജും ഉണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. നേരത്തെ ഞാൻ 2 പോയിന്റ് പറഞ്ഞു. ഒന്ന്, ഈ മോഡലിനെ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ റൺ ചെയ്യാം. 2, ഈ മോഡലിനെ നിങ്ങളുടെ ഡാറ്റ യൂസ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്യാം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താ? ഡാറ്റ പ്രൈവസി, ഡാറ്റ സെക്യൂരിറ്റി. അതായത് ഓപ്പൺ എഐയുടെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയോ AI API യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റയെ നമ്മൾ ഇൻ്റർനെറ്റ് വഴി അവരുടെ സെർവറിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഈ മോഡലിനെ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ റൺ ചെയ്യുകയാണെങ്കിൽ ഈ ഡാറ്റ, ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് വേറെ ഒരാളുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡാറ്റയെ നമ്മൾ ഇൻ്റർനെറ്റ് വഴി വേറെ എവിടേക്കും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്താ? കോസ്റ്റ് സേവിങ്. നമ്മൾ മറ്റുള്ള കമ്പനികളുടെ APIs യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ യൂസേജ് അനുസരിച്ച് ആ കമ്പനികൾക്ക് പേ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ API കോൾ യൂസ് ചെയ്യുന്നത്, എത്ര ഡാറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, ഈ മോഡലുകൾ യൂസ് ചെയ്ത് എത്ര ഡാറ്റയാണ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്, അതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ഓർഗനൈസേഷൻ ഈ മോഡലിനെ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ആ കോസ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായി സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഈ മോഡലുകൾ, ഈ ഡീപ് സീക്ക് മോഡലിനെ നിങ്ങളുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഡിപ്ലോയ് ചെയ്യുന്നത് സഹായിക്കുന്നു. എന്നാൽ ഓർത്തിരിക്കേണ്ട കാര്യം, വലിയ മോഡലുകൾ റൺ ചെയ്യണമെങ്കിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഈ ഡീപ് സീക്ക് AI മോഡൽസിനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്ത് നോക്കി. ഡീപ് സീക്കിൻ്റെ 1.5 ബില്യൺ പാരാമീറ്ററുള്ള മോഡലാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ വലിയ കുഴപ്പമില്ലാതെ റൺ ചെയ്യാൻ പറ്റി. എന്നാൽ 4 അല്ലെങ്കിൽ 7 ബില്യൺ പാരാമീറ്ററുള്ള മോഡലിനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് അത് റൺ ചെയ്തത്. അപ്പോൾ ഈ മോഡൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ റൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? സാധാരണ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് സീക്ക് ഉപയോഗിക്കാം. ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് ChatGPT തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഡെവലപ്പർ എന്ന രീതിയിൽ ഡീപ് സീക്ക് മോഡലുകളെ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അത് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.